നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷവും VDG വിസിറ്റും സെപ്റ്റംബർ 28 ശനിയാഴ്ച നടന്നു. നെടുമങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡൻറ്റ് MJF ലയൺ ഡോക്ടർ രവീന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഫസ്റ്റ് VDG PMJF ലയൺ ജെയിൻ സി ജോബ് ഉദ്ഘാടനം ചെയ്തു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. Friends of allegiance to the same. Its honor and its glory depend upon the zeal and activity which each one of us will shoulder what responsibilities of a good citizen. Its history written in letters of good inspires us to put it good. ആൾക്കാരെല്ലാം വളരെ കുറവാണ്. സംബന്ധിച്ചിടത്തോളം രാത്രിയിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഓണത്തിന് കുറിച്ച് മാത്രം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് പ്രധാന താല്പര്യം നമ്മളോട് സംസാരിക്കുവാൻ രണ്ട് VDGമാർ ധാരാളം കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ എവിടെയും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമല്ല. ഇത് കാണേണ്ടവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലബിന്റെ പ്രവർത്തനം അത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി ഞാൻ അയ്യപ്പനോട്ടുള്ള ആ ഒരു സ്നേഹം അതിന്നും അതേ രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് ആ ക്ലബിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഓണത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ഈ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. വളരെ മനോഹരമായിട്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏകദേശം നമ്മുടെ പ്രായത്തിന്റെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്ലബാണ്, പഴക്കമുള്ള ക്ലബാണ് ലയൺസ് ക്ലബ്. ഒരു രക്ഷാധികാരിയെ പോലെ കൊണ്ട് നടക്കുന്ന അയ്യപ്പൻ ഡോക്ടർ കൂടിയുള്ള പിന്നെ പ്രഗത്ഭരായ ലയൺസ് ഉള്ള ഒരു ക്ലബ്. വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ഡിസ്ട്രിക്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ഒരു ക്ലബ്. ആ ഒരു ക്ലബിലെ ഓണാഘോഷത്തിൽ പറഞ്ഞ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ശരിക്കും അദ്ദേഹം കൊല്ലത്ത് എന്താ പറയുക, പിന്നെ ഈ ഡോക്ടറുടെ പറയുന്നില്ല കൊല്ലം കിട്ടുന്നില്ല വേണമെന്ന് പറഞ്ഞ പോലെ കുടുംബം കിട്ടിച്ച് പോകും. ഇപ്പൊ പലപ്പോഴും പോകും. പണിപ്പെരുന്നാളിന് പിന്നെ തൃശ്ശൂർ പോകും. ആവശ്യമാണ് മീറ്റിംഗാണ് VDGമാരുടെ കൂടെ സാധാരണ മീറ്റിംഗ് ഇന്നലെ പറഞ്ഞ കഥ തന്നെയായിരുന്നു പറഞ്ഞത്. നിങ്ങൾ നമ്മുടെ ക്ലബിൽ വെച്ച് കഥയാവാം, ഇന്നലെ ബാക്കിന്റെ കഥയാവാം. പക്ഷെ എന്ത് കഥ പറയുമ്പോഴും അതിനകത്തൊരു സന്ദേശം പുറത്താവും. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് പറയുമ്പോഴും അതിന്റെ പിന്നിലൊരു സന്ദേശം പുറത്താവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെക്കൻഡ് VDGക്ക് ഗോൾ ഓടിക്കും. ഒരു പപ്പടത്തിന്റെ കഥ ഓണത്തിന്റെ കഥ
സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറഞ്ഞില്ല ചെയ്യും. പക്ഷെ നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണ ഇതിന് മുന്നേ ക്ലാസ് ആയിട്ടെങ്കിൽ പല മീറ്റിംഗിൽ പോകുമ്പോഴും പലപ്പോഴും ബോറിംഗ് ആണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ അർത്ഥവത്തമായ കാര്യങ്ങളെല്ലാം കുറിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എല്ലാവരും അതിൻ്റെതായ സന്ദേശങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചിന്തകൾക്ക് ഈ പുതിയ എല്ലാവർക്കും ആശംസകൾ അറിയില്ല. ആ ആശംസകൾ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയൊരു മത്സരം നോക്കണം ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ കേരള വസ്ത്രം ധരിച്ചു വരുന്നത് നമ്മുടെ തോൾ ചെയർമാന്റെ വൈഫിനാണ്. നമ്മളിപ്പോ ഒരു കേരള സിനിമാനും മലയാള മങ്കയും എന്ന രീതിയിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. എല്ലാവർക്കും രണ്ട് ഓണാശംസ അറിയിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.